നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ച സമയം മുതൽക്ക് തന്നെ നമ്മുടെ കേരളത്തിലുള്ള പല മാധ്യമങ്ങളും ഇദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. മൊസാദ് ആയിരിക്കാം കൊന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു മരണം തന്നെയാണോ എന്നുള്ളത് വലിയ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഓരോരോ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇബ്രാഹിം റൈസി മരിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ഓരോ മാധ്യമങ്ങളും ഇങ്ങനെ പുറത്തുവിടുന്ന സമയത്ത് അതിന്റെ അടിയിൽ വന്നുകൊണ്ട് ഒരുപാട് രോദനം, കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന, സ്വന്തം കുടുംബത്തിലെ ഗൃഹനാഥൻ മരിച്ച പോലുമില്ലാത്ത രീതിയിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരുപാട് കമന്റുകൾ കാണാനിടയെ. ഒരുപാട് കമന്റുകൾ അത് ഒരു നിസ്സാരമല്ല. ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന വ്യക്തിയോടല്ല ഇന്ത്യ മഹാരാജ്യത്തിന് ബന്ധമുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിന് ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തോടാണ്. ഈ ഇറാൻ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സൗഹൃദ രാഷ്ട്രമാണെങ്കിൽ പോലും ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് അത്ര നല്ല പുള്ളിയൊന്നുമല്ല. ഈ പറയുന്ന ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരുപാട് ദുരിതം പേറിയിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. ലോകത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ തലവൻ മരണപ്പെടുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഒരു ആഘോഷവും ഉണ്ടായില്ല. കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാനിലെ ഈ ഇബ്രാഹിം റൈസി മരിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പടക്കം പൊട്ടിച്ച് അവിടുത്തെ ജനങ്ങൾ ആഘോഷിക്കുന്നു. 5000-ഓളം ആളുകളെ, പ്രതിയോഗികളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള മുൻ ജഡ്ജി കൂടിയാണ് ഇറാന്റെ ഈ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ബുർക്കയും തട്ടവും ഇട്ട് അല്ലാത്ത രീതിയിൽ പുറത്തേക്ക് ഒരു സ്ത്രീ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ കാര്യം ഗതികേടാണ്. അതിനെതിരെ പ്രതിഷേധിച്ചാൽ ജയിലിലിടും. സ്ത്രീകളെ അടക്കം കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വർഷത്തിനിടയിൽ ഇതിനെതിരെയെല്ലാം പ്രതിഷേധിച്ചതിന്റെ പേരിൽ. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന വ്യക്തി ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണേണ്ടത് കേരളത്തിലുള്ള ചില ഈ മതഭ്രാന്തന്മാരുടെ നിലപാടുകളാണ്. നമ്മുടെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്ത്, അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതാണ്. തമിഴ്നാട്ടിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ പെടുന്നത് പോലും. അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ബിപിൻ റാവത്ത് എന്ന് പറയുന്ന സൈനിക മേധാവിക്കെതിരെ, അദ്ദേഹം മരിച്ചതിനെ വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കിയ സുഡാപ്പി തീവ്രവാദികളായിട്ടുള്ള ഭീകരന്മാര് ഒരുപാട് പ്രൊഫൈലിലൂടെ സോഷ്യൽ മീഡിയ നിറയെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയും നമ്മുടെ രാജ്യത്തിനെ അപമാനിക്കുകയും ചെയ്തു. ഇതെല്ലാം കാണുന്ന സമയത്ത് നിശബ്ദമായിട്ടിരിക്കുക എന്നുള്ള നിലപാടെടുക്കുന്ന ഇവിടുത്തെ അന്തം കമ്മികളും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തിലെ ഭീകരവാദികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഭീകരവാദ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇസ്രായേലിൽ ഭീകരാക്രമണം ഹമാസ് എന്ന് പറയുന്ന സംഘടന നടത്തിയ സമയത്തും പാലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആഘോഷമാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിനെതിരെ വലിയ രീതിയിൽ നിരന്തരമായിട്ടുള്ള സംഭാഷണങ്ങൾ ഇങ്ങനെ നടത്തി, അല്ലെങ്കിൽ ഈ ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് കമന്റുകൾ ഇടും. അപ്പൊ നമ്മളെല്ലാവരും ഈ കേരളത്തിലെ ഈ ജിഹാദി ഗ്രൂപ്പുകൾ, ഈ PFI എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തെ നിരോധിച്ചതിന് ശേഷവും ഇവർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രമായിട്ടുള്ള വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളെല്ലാം തന്നെ ഇതൊന്നും കാണാതെ പോകരുത്. നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ, BJPയുടെ ഭരണത്തിലല്ലായിരുന്നെങ്കിൽ കേരളം ഇന്ന് ജമ്മു കാശ്മീരിന് തുല്യമായേനെ എന്നുള്ള തർക്കമില്ല. ജമ്മു കാശ്മീരിനെ പഴയ ഒരു അവസ്ഥയിൽ പോലും നിലനിൽക്കാൻ സാധിക്കാത്തത് മോദിയുടെ ഭരണമാണ് എന്നുള്ള തർക്കമില്ല. ഓരോ ദിവസവും കർഫ്യൂ, അല്ലെങ്കിൽ മാസത്തിൽ കർഫ്യൂ പ്രഖ്യാപിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലാത്ത അവസ്ഥയിലൂടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കൊരു 2002 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് എടുത്തു നോക്കാം. നമ്മുടെ സൈനികരുടെ ആത്മാഭിമാനത്തെ പോലും സ്വാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള നിലപാടുകളായിരുന്നു അവിടുത്തെ തീവ്രവാദ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിരന്തരമായിട്ട്. ഒരു ചെറുപ്പക്കാരൻ അവിടെ വളർന്നു വരുന്ന സമയത്ത് അവന് ഏറ്റവും വലിയ രീതിയിൽ ഭീകരവാദ സംഘടനകൾ, ഹിസ്ബുൾ മുജാഹിദീൻ, അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് വേരുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെതിരെ ഒരു നടപടിയും എടുക്കാനായിട്ട് നമ്മുടെ രാജ്യത്ത് അന്ന് ഭരിച്ചിരുന്ന ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. അതേ സംഭവം തന്നെയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ദക്ഷിണേന്ത്യയാണ്. ആ ദക്ഷിണേന്ത്യയിൽ
ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ കേരളത്തിൽ നിന്നാണ് അവരുടെ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിലാണ് ഇന്നും NIA ഏറ്റവും കൂടുതൽ ആ ഭീകരവാദ സംഘടനകൾക്കെതിരെയുള്ള വലിയ തരത്തിലുള്ള റെയ്ഡുകളുമായിട്ട് തെളിവുകൾ കൃത്യമായിട്ട് കോടതിയുടെ മുന്നിലേക്ക് ഓരോ ദിവസം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭീകരവാദത്തിന് വലിയ രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണായി ഇപ്പോഴും ഓരോ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും നമ്മുടെ മുഴുവൻ മാധ്യമ ലോകത്തെ മുഴുവൻ സോഷ്യൽ മീഡിയയുടെ ഓരോ കമന്റുകൾ വരുന്നതാണെങ്കിൽ പോലും അതിനടിയിൽ വരുന്നത് ഒരു മതപരമായിട്ട് തീവ്ര മതപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ വലിയ തരത്തിലുള്ള പ്രസ്താവനകളാണ്. അത് തന്നെയാണ് ഈ ഇബ്രാഹിം റൈസിയെ പോലെയുള്ള ഇറാൻ പ്രസിഡന്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇറാൻ പ്രസിഡന്റിനെ മൊസാദ് കൊല്ലുകയോ മൊസാദ് കൊല്ലാതിരിക്കുകയോ ഇസ്രായേൽ കൊല്ലാതിരിക്കുക എന്ത് വേണമെങ്കിലും അത് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ തരത്തിലുള്ള ഒരു വ്യക്തി വൈരാഗ്യം തന്നെ, അല്ലെങ്കിൽ ഒരു വലിയ വൈരാഗ്യം തന്നെ. അപ്പോൾ ഈ വൈരാഗ്യത്തിന്റെ ഇടയിൽ എന്തിനാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ രാജ്യത്തെ വലിയ തരത്തിൽ ഒരു രാഷ്ട്രത്തിന് മാത്രം ഇങ്ങനെ പൊക്കിക്കൊണ്ടു നടക്കുന്നത്? അതിൽ നിന്ന് തന്നെ നമ്മൾക്കറിയാം ഇത് ഒരു പ്രത്യേക തീവ്ര ചിന്താഗതിക്കാരുടെ തീവ്രവാദ നിലപാടാണ്. ഈ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്താണ്, അവർ ഏറ്റവും വലിയ രീതിയിൽ കാശും ആയുധവും കൊടുത്തു വളർത്തുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ട്. ആ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരവാദികളാണ് കേരളത്തിൽ ഈ കമന്റുകൾ ഇടുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഇവർ ചെയ്യുന്നത് എന്ത് സേവന പ്രവർത്തനമാണ്? ഈ ഹിസ്ബുൾ മുജാഹിദും ഹിസ്ബുള്ള, അതോടൊപ്പം തന്നെ മറ്റൊരു ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, അങ്ങനെ ഒമാൻ നമ്മുടെ യമൻ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന ഹൂത്തി വിഭാഗത്തിലെ തീവ്ര ചിന്താഗതിക്കാര്. അപ്പൊ ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് വലിയ രീതിയിലുള്ള പണവും മറ്റ് ആയുധവും എല്ലാം നൽകിക്കൊണ്ട് ഒരു പശ്ചിമേഷ്യ മുഴുവൻ സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ആ രാഷ്ട്രത്തിന്റെ ഒരു തലവൻ മരിക്കുന്ന സമയത്ത് ഇത്ര വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ സംഭവം എന്ന് പറയുന്നത് ദുഃഖം രേഖപ്പെടുത്താതെ വെച്ചാൽ നമ്മുടെ സൗഹൃദ രാഷ്ട്രം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ രാജ്യം അത് ചെയ്യുന്നുണ്ട്. അതിനുപരിയായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി മരിച്ച സമയത്ത് എത്രത്തോളം വലിയ രീതിയിൽ ദുഷിച്ച പ്രചരണം നടത്തിയ ആളുകളാണോ അതേ ആളുകൾ ഈ ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിൽ വലിയ അനുശോചനവും ദുഃഖവുമായിട്ട് വരുന്നു. ഇതിന് തിരിച്ചടി ഉണ്ടാവും, ഇസ്രായേലിനെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവർക്കൊക്കെ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് വെടിപ്പാക്കും. ഈ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ ശേഷം അതേ ദിവസം വൈകുന്നേരം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഒരു പ്രസ്താവന നടത്തി. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഹമാസ് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനാണെന്നും ഇറാൻ ഈ സപ്പോർട്ട് ചെയ്തതിന് അല്ലെങ്കിൽ ഇറാൻ ഇതിൽ അനുഭവിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ അനുഭവമാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ എവിടെ പോയിട്ട് ഭീകരവാദ സംഘടനകളെ നേതാക്കന്മാരെയും കൊലപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനൊക്കെ സംവിധാനം ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തിനുണ്ട്. അതിൽ യാതൊരു തർക്കമില്ല. അപ്പൊ എത്രത്തോളം കരഞ്ഞ് കാല് പിടിച്ചാലും ഇവിടെ കിടന്ന് കരയുന്ന സുഡാപ്പി ഭീകരന്മാർക്ക് അതിനടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഭീകരവാദികൾക്ക് പോലും ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരയുന്ന ആളുകളുടെ അവരെ മനസ്സ് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. ഇത് തന്നെയാണ് ബിപിൻ റാവത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് വ്യത്യസ്ത ചിന്താഗതിയിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. തീവ്രവാദികൾ എന്നും തീവ്രവാദികളാണ്. അവരുടെ രാജ്യസ്നേഹത്തെ പറ്റിയിട്ട് ഇവിടെ ഒരാളും പഠിപ്പിക്കാനും വരേണ്ട. രാഷ്ട്രസ്നേഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചിന്താഗതിയല്ല എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ള യാതൊരു തർക്കമില്ല. വന്ദേ മാതരം.